നമസ്കാരം, രുചികളുടെ ലോകത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ കൈപ്പക്ക വെച്ച് ഒരു വിഭവമായിട്ടാണ് വന്നിരിക്കുന്നത്. കൈപ്പയ്ക്ക, പാവയ്ക്ക എന്നൊക്കെ പറയും. അപ്പോൾ ഒരു കൈപ്പയ്ക്ക ഫ്രൈ അല്ലെങ്കിൽ പാവയ്ക്ക ഫ്രൈ ആണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ കൈപ്പക്കയുടെ ആ കയ്പ്പ് ഇഷ്ടമുള്ളവർക്കും ഇഷ്ടമില്ലാത്തവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്നതാണ് ഈ പാവയ്ക്ക ഫ്രൈ. അപ്പോൾ ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസും ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നൊന്ന് കാണാം. അപ്പോൾ ഇതിനാവശ്യമായുള്ള സാധനങ്ങൾ എന്താണെന്ന് നോക്കാം. ഞാൻ രണ്ട് പാവയ്ക്ക, ഒരു മീഡിയം സൈസിൽ രണ്ട് പാവയ്ക്ക എടുത്തിട്ടുണ്ട്. അത് നല്ലപോലെ മഞ്ഞളും ഉപ്പും ചേർത്ത് വെള്ളത്തിൽ കുറച്ച് സമയം ഇട്ട് വെച്ച് ബ്രഷ് ഉണ്ട്, ബ്രഷ് വെച്ചിട്ട് തൊലിയൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുത്താണ്. രണ്ട് സവാളയുണ്ട്, അതുപോലെ രണ്ട് പച്ചമുളക്, പിന്നെ കറിവേപ്പില, പിന്നെ ഈ പൊടികൾ, കുറച്ച് പൊടികളൊക്കെ വേണം. അപ്പോൾ എന്തായാലും ആദ്യം ഞാൻ ഇത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. വട്ടത്തിലാണ് നമ്മൾ കട്ട് ചെയ്യുന്നത്. അപ്പോൾ കുരുവിൻ്റെ പോർഷൻസ് നമുക്ക് വേണമെങ്കിൽ കളയാം. കുറച്ചൊരു ഇളം കുരു അല്ല എന്നുണ്ടെങ്കിൽ അത് ജസ്റ്റ് കൈ വെച്ചിട്ട് കളഞ്ഞാൽ മതി. അപ്പോൾ ഞാൻ എന്തായാലും എല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ആ കയ്പ്പ് ഇഷ്ടം ഉണ്ടാവില്ല പാവയ്ക്കയുടെ. അപ്പോൾ അങ്ങനെ ഞാൻ അതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് വെച്ചു. വേറെ ബൗളിലേക്ക് മാറ്റി ഉപ്പ് ഇട്ടു. അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ മഞ്ഞളും ഇട്ട് വെച്ചു. ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക, കൈ വെച്ച് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തതിന് ശേഷം ഒരു അരമണിക്കൂർ ഇതിങ്ങനെ വെച്ചാൽ അത്രയും നല്ലത്. ആ ഒരു കയ്പ്പ് മാറാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്ക് സവാള വേണം. സവാള ഞാൻ നീളത്തിലാണ് അരിയുന്നത്. അധികം ഒരുപാട് കട്ടിയൊന്നുമില്ലാതെ അങ്ങനെ അരിഞ്ഞെടുക്കുകയാണ്. അപ്പോഴത്തേക്ക് നമ്മൾ കുറച്ച് സമയം ആയിട്ടുണ്ടായിരുന്നു പാവയ്ക്ക വെച്ചിട്ട്. അപ്പോൾ ആ പാത്രത്തിൽ നിന്ന് മാറ്റുകയാണ്. അപ്പോൾ തന്നെ കാണാൻ പറ്റും, ഒന്ന് ഇങ്ങനെ പിഴിഞ്ഞ് എടുക്കുക. അപ്പോൾ അതിലെ വെള്ളമൊക്കെ അങ്ങ് പോകും. അപ്പോൾ തന്നെ കുറേ കയ്പ്പിനൊരു വ്യത്യാസമുണ്ട്. ഇനി നിങ്ങൾക്ക് കയ്പ്പ് ഇഷ്ടമാണ് ഇങ്ങനെ ചെയ്യണമെന്നൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ എന്തായാലും കയ്പ്പ് പോകാൻ വേണ്ടി ഇതാ നമ്മളൊന്ന് പിഴിഞ്ഞ് ഇങ്ങനെ വെള്ളമുണ്ട്, അപ്പോൾ അതൊക്കെ പോയിക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ പ്രിപ്പറേഷൻ പരിപാടിയാണ്. പാൻ വെച്ചു, പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുകയാണ് ചൂടാക്കിയതിന് ശേഷം. അപ്പം നമ്മൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ പേര് പോലെ തന്നെ ഫ്രൈ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിന് കുറച്ച് വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കുന്നത്. കുറച്ചധികം വെളിച്ചെണ്ണ തന്നെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പം വട്ടത്തിൽ അരിഞ്ഞു വെച്ച പാവയ്ക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ഞാൻ ഒരുപാട് വെളിച്ചെണ്ണ എടുത്തിട്ടില്ല. പിന്നെ ഡീപ് ഫ്രൈ പോലെ ചെയ്യേണ്ടവർക്ക് കുറച്ചുകൂടെ കൂടുതൽ വെളിച്ചെണ്ണ എടുക്കാം. ഇനി നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കണം. അങ്ങനെ ഇതുപോലെ ഫ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് ഒരു പ്ലേറ്റിലോട്ട് മാറ്റാം. ഇനി അതിന് ശേഷം ഈ പാനിലേക്ക് തന്നെ വേണമെങ്കിൽ കുറച്ചുകൂടെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഞാൻ ഒരു ടീസ്പൂൺ കടുകിട്ട് പൊട്ടിച്ചു. അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ ജീരകം, നല്ല ജീരകം ഉണ്ടല്ലോ, അതും കൂടെ ഇട്ടു. ഇനി ഇതിലേക്ക് നമ്മൾ കായത്തിൻ്റെ പൊടി ഒരു ടീസ്പൂണോളം ഇട്ട് കൊടുക്കുന്നുണ്ട്. ആ ഒരു നല്ലൊരു മണവും ടേസ്റ്റും ഒക്കെ വരും. അപ്പോൾ ഇതൊന്ന് വെളിച്ചെണ്ണയിൽ മൂപ്പിച്ചതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കുകയാണ്. ഇപ്പോൾ സവാള ഇട്ടതിന് ശേഷം പച്ചമുളകും ഇടുന്നുണ്ട്. പച്ചമുളകും കൂടെ ഇട്ടിട്ട് ഒന്ന് വാട്ടിയെടുക്കാം. വാട്ടുന്ന സമയത്ത് നിങ്ങൾക്ക് കുറച്ചൊരു ഉപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഈ പാവയ്ക്കയിൽ നമ്മൾ ഉപ്പ് പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പം നോക്കിയിട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് പാവയ്ക്ക ഫ്രൈ ചെയ്ത് വെച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യാം. ഈ ഒരു സമയത്താണ് ശരിക്കും ഉപ്പ് നോക്കിയിട്ട് ഇടുന്നത്. മഞ്ഞൾ ഞാൻ ഒരു അര ടീസ്പൂൺ കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇടുന്നത് 2 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ്. 2 ടീസ്പൂണോളം ഇട്ട് കൊടുത്തു. പിന്നെ മുളക് പൊടി 1.5 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പച്ചമുളക് നമ്മൾ ചേർത്തിട്ടുണ്ടല്ലോ, അതിൻ്റെ കൂടെ നമ്മൾ പെരിഞ്ചീരകം ഒന്ന് ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അതും 1 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തതിന് ശേഷം ലോ ഫ്ലെയിമിൽ ഒരു 2 മിനിറ്റോളം അടച്ചു വെച്ച് വേവിക്കാം. ഇനി ഇതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു സ്പെഷ്യൽ കാര്യം കൂടെ ചേർക്കുന്നുണ്ട്. 1 ടീസ്പൂൺ ചുക്കുപൊടിയാണ്. അത് ഒരു പ്രത്യേക ഫ്ലേവർ തരും. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പാവയ്ക്ക ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഇതിനൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. അപ്പം ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കുക. പാവയ്ക്ക ഇഷ്ടമില്ലാത്തവർക്കും എന്തായാലും ടേസ്റ്റ് ഇഷ്ടമാവും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. പുതിയൊരു വീഡിയോ ആയി കാണാം. അതുവരെ ബൈ.